ചതിയച്ചന്റെ ഒരേ ഒരു നേട്ടം രാഹുലിനിട്ട് പണിഞ്ഞു. ചതിയച്ചൻ എന്ന നെട്ടൂർ സതീശന്റെ കഴിഞ്ഞ 25 വർഷത്തെ രാഷ്ട്രീയ ജീവിതം എടുത്തു പറയത്തക്ക ഏക നേട്ടമെന്ന് പറയുവാൻ പറ്റുന്നത് രാഹുലിനിട്ട് പണിയുവാൻ ശ്രമിച്ചു എന്നത് മാത്രമാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. i2i ന്യൂസ് റിയാക്ട് ഫോർ ഐറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ മോനച്ചനാണ് തുമ്പോണെന്ന് വിളിക്കുന്നത്. രാഹുലിന്റെ കാര്യത്തില് രാഹുൽ എന്തിനാ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്? രാഹുലിനെ കോൺഗ്രസിന്റെ പേരെ വിട്ടവര് അവരും മനസ്സുണ്ടെങ്കിൽ അവർ വിളിച്ചോളൂ. എന്തിനു നമ്മൾ വെറുതെ രാഹുലിന്റെ പേര് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ കൂട്ടുന്നേ? രാഹുൽ ഇപ്പൊ ഒരു പാർട്ടിയിലും ഇല്ലാത്തൊരു സ്വതന്ത്രനല്ലേ? രാഹുൽ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കട്ടെ. രാഹുലിന് ഒരിക്കലും കോൺഗ്രസിന്റെ പേര് അതിനോട് ഇനിയും കൂട്ടി പറയരുത്. അവർക്ക് സമ്മതം അല്ലെങ്കിൽ നമുക്കത് അങ്ങോട്ട് ഏറ്റുകെട്ടിച്ചെല്ലുന്നു. രാഹുൽ ഒരിക്കലും അങ്ങോട്ട് ചെന്ന് ഒരു സീറ്റിന് വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. രാഹുൽ എവിടെ പോയി നിന്നാലും കേരളത്തിലെ ഏത് സ്ഥലത്ത് പോയി നിന്നാലും ഏത് നിയോജകമണ്ഡലത്തിൽ പോയി രാഹുൽ പുഷ്പം പോലെ ജയിച്ചു പോകുമെന്ന് ഉറപ്പുള്ള ആളാണ്. അല്ല മറ്റുള്ളവരുടെ കൂട്ട് പേടിക്കേണ്ടുന്ന ആളല്ല രാഹുൽ. അതുകൊണ്ട് രാഹുൽ ഒരിക്കലും ഒരാളുടെ പുറകിൽ കോൺഗ്രസിന് ഒരു പാർട്ടിയുടെയും പുറകിൽ പോകേണ്ട ആവശ്യമില്ല. സ്വതന്ത്രമായിട്ട് നിന്നിട്ട് സ്വന്തം ഇപ്പൊ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന പോലെയാണ് സ്വതന്ത്ര ബ്ലോക്കിൽ ഇരുന്നേച്ച് ഇവനെയൊക്കെ വട്ടം പറപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാക്കണം. അവൻ ചങ്കൂറ്റമുള്ളവനല്ലേ? എന്തിനാ ഈ ആവശ്യമില്ലാതെ ഇവന്റെയൊക്കെ പുറകിന് പോകുന്നത്? അതുപോലെ നല്ല ഒരാളെ കൂടെ കൊണ്ടുവന്ന് പറവൂര് ഇവനെതിരായിട്ട് മത്സരിപ്പിക്കുകയും വേണം. പറവൂർ ഇവൻ കെട്ടിവെച്ച കാശ് ഇവന് കിട്ടരുത്. ഒരാൾക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കാം. അന്നേരം രാഹുൽ തന്നെ പാലക്കാടും പറവൂരും മത്സരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് ശരിയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അന്നേരം നമ്മൾ ഒരു സീറ്റ് കളയല്ല. ഇവൻ അവിടെ മത്സരിക്കാതിരിക്കുക, ഇവനെ തോപ്പിക്കുക എന്നുള്ളത് ശരിയാണ്. പിന്നെ നമ്മുടെ കാശ് നമ്മളെ തന്നെ പോകുന്നത്, അല്ല വേറെ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് എന്നാലും ശരി ഇവനെ തോപ്പിച്ച് ഇവനെ മത്സരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ എടുക്കേണ്ടത്. അല്ല ഇവൻ തോക്കുക എന്നുള്ളതല്ല. ഇവൻ കെട്ടിവെച്ച കാശ് കിട്ടാതെ വരുമ്പോൾ ഇവൻ മത്സരിക്കാൻ ഇറങ്ങത്തില്ല. അതിനുള്ള പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ക്യാമ്പയിൻ അന്ന് തുടങ്ങിയതിന് സാറിന്റെ പേര് കേസ് വരെയായി. പറഞ്ഞത് ഞാനാണ്. ചീമുട്ട വിപ്ലവം നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞത്. അത് കേസ് വന്ന് സാറിന്റെ പേരില ചീമുട്ട എറിയണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെ. അതുപോലെ ഇവനെയൊക്കെ കാണുന്ന പരിപാടി കാണിച്ച് ഇവനെയൊക്കെ ഒരു രീതിയിലും കേരളത്തിൽ നിന്ന് നമുക്ക് വേണ്ട. ഇവനൊക്കെ എന്തിനിങ്ങനെ കസേര കയറി ഇരിക്കാന്നായിക്കൊണ്ട് എപ്പോഴും രൂപയും തെപ്പിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇയാള് എന്തെങ്കിലും ജനങ്ങൾ ഓർമ്മത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യം താങ്കൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്? ഇയാള് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഇവൻ ഓർക്കാൻ പറ്റുന്നുണ്ട് രാഹുലിനെ ഇല്ലാതാക്കി എന്നുള്ളത്. അല്ലാതെ വേറൊന്നും കൊണ്ട് ഓർക്കാനൊന്നുമില്ല. ജനങ്ങൾക്ക് ഓർക്കാനുള്ളതൊന്നുമില്ല. ജനങ്ങൾക്ക് അതല്ലേ പറഞ്ഞേ, രാഹുലിനെ ഇല്ലാതാക്കാൻ മൊത്തം ജനങ്ങൾ ഇന്ന് ഓർത്തോണ്ടിരിക്കുകയല്ലേ? അത് ഇവനെ നോക്കിയിരിക്കുകയല്ലേ എവിടെ കിട്ടും ഇവനെ എവിടെ കിട്ടും? ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഇവന്മാര് അങ്ങ് മല മറിക്കുമെന്നും പറഞ്ഞ് അന്ന് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ മലയല്ല മറിക്കുന്ന മറിക്കുന്നത് ഞാൻ അന്നും പറഞ്ഞതാണ്. എന്തോ കാണിക്കുന്നേ? ഇവനൊന്നും ഒരു ചുക്കും ചെയ്യത്തില്ല. ഇവനെ കൊണ്ടൊന്നും അവന് കഴിവില്ലാത്തവനാ. ഇവൻ വെറുതെ പിണറായിയുടെ ബിംബായിട്ട് നിന്നോണ്ട് എത്ര വാങ്ങിയോ അത്രയും വാങ്ങിച്ചെടുക്കുന്ന അല്ലാതെ ഇവനെ കൊണ്ടൊന്നും ഒരു കടമ്പും ഇല്ലാത്തവന്മാരാ. കേക്കച്ചൻ പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് വിജയം ഉണ്ടാക്കിയത് ഇവന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗും പ്ലാനിങ്ങും ആണെന്നാണ് പറയുന്നത്. അത് ജനങ്ങള് പിണറായിയെ മടുത്തു, അതുകൊണ്ട് ചെയ്ത ഒരു തെറ്റ് ചെയ്തതാ. അല്ലാതെ ഇവൻ സതീശന്റെയോ അല്ല കോൺഗ്രസിന്റെയോ നന്മകൊണ്ട് ചെയ്തതല്ല. എങ്ങനെങ്കിലും ഈ ബാധയൊന്ന് ഒഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ച് ചെയ്താ അത് ഈ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ കുത്തുകൂട്ടിയതാ. എങ്ങനെങ്കിലും ഇവനെ ഒന്ന് ഒഴിഞ്ഞു കിട്ടണമെന്ന് വിചാരിച്ചോണ്ട് സതീശനോ കോൺഗ്രസിലെ ഒരു നേതാവോ പ്രവർത്തിച്ചുകൊണ്ട് കിട്ടിയതല്ല. അത് ജനങ്ങൾ അങ്ങ് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൊണ്ട് കുത്തിയ കുത്ത പിണറായിയിലുള്ള വൈരാഗ്യം തീർത്തതാ. ഈ കേക്കച്ചന്റെ ഈ റീൽസ് ഇറക്കുന്നുണ്ടല്ലോ, 2 കോടി റീൽസും ഷോർട്സും ആണ് ഇയാൾ ഇറക്കുന്നത് മുഖ്യമന്ത്രിയാകുന്നും പറഞ്ഞ്. അവൻ റീലും കൊണ്ടിരിക്കത്തേ ഉള്ളൂ, റിയൽ ആകത്തില്ല ഒരിക്കലും. അതൊരിക്കലും അവൻ സ്വപ്നം കാണുകയും വേണ്ട. റിയലിൽ അവൻ വരത്തില്ല. റിയലിൽ നമുക്ക് പ്രവർത്തിച്ച് കഴിവതും ഇവൻ അഥവാ എവിടെങ്കിലും മത്സരിക്കാൻ നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത രീതിയിൽ തോപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ഏത് വഴി നോക്കിയാലും കുഴപ്പമില്ല. ഇവൻ റിയലായിട്ട് ഒരിക്കലും ഇനി ഒരു പക്ഷത്തും വരത്തില്ല. പ്രതിപക്ഷ നേതാവല്ലേ, ഇനി ഒരു പക്ഷത്തും അവൻ വരത്തില്ല. അവൻ നിയമസഭയിൽ നിന്ന് ഔട്ടായി പോവും. അവന് അവസാനത്തെ കേക്കച്ചൻ ഇതോട് വാഷ് ഔട്ടായി പോവും. അതുപോലെ കഴിയുമെന്നുണ്ടെങ്കിൽ ആ പന്നിത്തലേനെയും പിന്നെ കിങ്ങിണിക്കുട്ടനെയും പിന്നെ KC ഉണ്ടല്ലോ, ഇവനെയൊക്കെ പറഞ്ഞു വിടാനുള്ള പരിപാടിയൊക്കെ എല്ലാവരും കൂടെ നോക്കണം. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഒത്തിരി പേര് പറയുന്നതായിട്ട് സാറ്റലൈറ്റ് ചാനലാക്കാൻ വേണ്ടി, എന്നുവെച്ചാൽ പബ്ലിക് കൂടുതലായിട്ട് കാണുന്നില്ല. അതിനുള്ള പിന്നണിയിലുള്ള കാര്യങ്ങളൊക്കെ സാധനം ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവന്മാരെ ഒക്കെ ഒന്ന് അടിച്ച് ഓടിച്ച് കേരളത്തിലെ ശുദ്ധീകരണം നടത്തിയെങ്കിലേ ഒക്കെ ഉള്ളൂ. അതിന് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ് പിണറായിയോടുള്ള വൈരാഗ്യം. അത് CPM-കാരനും BJP-കാരനും ലോകത്തുള്ള എല്ലാ മലയാളിക്കും ഇന്ന് പിണറായിയോട് വൈരാഗ്യമാണ്. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കുറെ പാർട്ടിയുടെ പൊടി പിടിച്ച് നടക്കുന്നവർ പോലും അവർക്ക് കൂട്ടത്തില്ല. ഈ കേക്കച്ചൻ വന്ന പിണറായിയുടെ ഒരു അപരം വന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. പിണറായിയുടെ യഥാർത്ഥത്തിൽ ഒരു അപരനല്ലേ ഇവൻ? കേക്കച്ചൻ വന്നാലെന്ന് കേക്കച്ചൻ നിൽക്കുന്നിടത്ത് അവൻ കെട്ടിവെച്ച കാശ് കിട്ടത്തില്ലെന്ന് പറയാം. അല്ലാതെ വരുന്ന കാര്യം എന്തിനു പറയുന്നു? അവൻ വരത്തില്ല.
അവൻ വരികയില്ല. അവനെ ഒരു രീതിയിലും വരുത്താൻ അനുവദിക്കില്ല. ആ നാട്ടിലെ ജനങ്ങൾ അവന് കാര്യമായിട്ട് പണി കൊടുക്കും. അല്ല, അവന്റെ സ്വന്തം വാർഡില് കണ്ടോ BJP ആണ് ജയിച്ചത്. അത് തന്നെ പറഞ്ഞ്, അതുകൊണ്ട് ഈ കാര്യങ്ങള് എപ്പോഴും നമ്മൾ പറയാം, അവൻ പ്രതിപക്ഷ നേതാവെന്നല്ല, അവൻ ഒരു പക്ഷത്തും ഇനിയും വരത്തില്ല. രാഹുലിനെ അവനെടുത്ത് സൈഡിൽ മാറ്റി നിർത്തിയ പോലെ ജനങ്ങൾ ഇപ്പം സതീശനെ എടുത്ത് വെളിക്കളയും. രാഹുലിനെ സൈഡിൽ മാറ്റി നിർത്തിയതേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ ജനങ്ങളെടുത്ത് ഇവനെ വെളിക്കളയും. ഈ ചതി അച്ഛനെ നമുക്ക് വേണ്ട. ഇവൻ വെറും ചതിയനാ, സതീശനല്ല, വെറും ചതിയനാ ഇവന്. അതുകൊണ്ട് ഇവനെ നമുക്ക് വേണ്ട. ഇവൻ ആരുടെ കൂടെ കൂടുന്നു അവനെയൊക്കെ ഇല്ലാതാക്കുന്ന പണിയേ ഉള്ളൂ ഇവനുള്ളത്. അല്ല, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഇവൻ ഒരു പണിയും ചെയ്യുന്നവനല്ല. അതുകൊണ്ട് ഇനിയും കഴിവതും പറയുന്നുണ്ട്, ഇവൻ ഇനിയും നേതാവായിട്ട് വരുമെന്ന് പറയരുത്. ഇവനെ ഇല്ലാതാക്കുന്ന പണി എന്നുണ്ടോ അത് പറയും. ഇവൻ നേതാവല്ല, ഇവന് നമുക്ക് വേണ്ട നേതാവായിട്ട്. ഈ ചതിയച്ചന്റെ നിലപാടുകൾ മാറിപ്പോകുന്നുണ്ട്. അൻവറിന്റെ അടഞ്ഞ അധ്യായമാന്ന് പറയുന്നു. അതുപോലെ മറ്റേ UDF പാഞ്ചാലി എടുക്കാൻ നോക്കി. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവനെ അവനെ കുറിച്ച് എന്തിനു പറയുക? അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവനെ കുറിച്ച് ഒരിക്കലും പറയാതിരിക്കുക. അവന് നിലപാട് എന്താണ്? അവന്റെ ബോധ്യം അവന്റെ നിലപാടും നമ്മൾ കണ്ടതില്ലയോ? അവൻ ഇലക്ഷൻ വന്നപ്പോഴല്ലേ അവന്റെ ബോധ്യവും നിലപാടും അവൻ എടുത്തുകൊണ്ട് വന്നത്. ഇന്ന് ഇത്രയും നാളായിട്ട് രാഹുലിനെതിരായിട്ട് എന്തെങ്കിലും തെളിവ് കൊടുത്തോ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ പറ്റി ഇവർക്ക് ആർക്കെങ്കിലും? ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം രാഹുലിനെതിരായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇവർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് പറയായിരുന്നു. ഇത് രാഹുൽ അന്നു മുതൽ ഇന്ന് പറയുന്നുണ്ട്, ഇന്ത്യയിലെ നിയമത്തിനോ കോടതിക്കോ എതിരായിട്ട്, നിയമത്തിനെതിരായിട്ട് ഞാൻ ഒരു വക തെറ്റും ചെയ്തിട്ടില്ലെന്ന് അന്നും ഇന്നും പറയുന്നുണ്ട്. അന്നേരം ഇവൻ അത് സപ്പോർട്ട് ചെയ്യാതെ ഇതെല്ലാം ചെയ്തതെന്ന് വെച്ചാൽ ഇവന്റെ സ്വാർത്ഥത മാത്രമല്ല, വേറൊന്നും ഇല്ലാത്ത കോൺഗ്രസ്സുകാരെ മൊത്തമൊന്നുമല്ല. കോൺഗ്രസിലെ പിന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ടടാ, ഇവനെ വല്ലതും പറഞ്ഞാൽ എന്റെ സ്ഥാനം പോകും, അങ്ങനെ കുറെ പേടിച്ചു തൂറികളുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം കോൺഗ്രസ് ജയിച്ചത് ഇവന്മാരാരും പടിഞ്ഞോണ്ടല്ല, പിണറായിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിണറായിയാണ് ഈ കേരളത്തിൽ കോൺഗ്രസ് വരാനുണ്ടാക്കിയ മെയിൻ കാരണം. അതുപോലെ തിരുവനന്തപുരത്ത് BJP വരാനുള്ള കാരണം എല്ലാം പിണറായി തന്നെ. സാറേ, അറിയാവുന്നവർക്കെല്ലാം മനസ്സിലായിച്ചാൽ ഇപ്പൊ പിണറായി വിജയൻ അവന്റെ കൂടെ ഉള്ളവരെ ഒരുത്തനെയും ഇതുപോലെ എറിഞ്ഞു കൊടുത്തിട്ടില്ല. മറ്റുള്ളവരെ നിങ്ങൾ കടിച്ചു കീറി തിന്നോന്നും പറഞ്ഞുകൊണ്ട് അവൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ കേക്കച്ചൻ കാണിച്ച അതല്ല, ദേ കിടക്കുന്ന നിങ്ങൾ ഇഷ്ടം പോലെ വിധിച്ചു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലാന്ന് പിലാത്തോസ് പറഞ്ഞ പോലെ എനിക്കെല്ലാം അറിയാം, ഞാൻ പറഞ്ഞതേ ഇവിടെ നടക്കുവുള്ളെന്ന് ഇവൻ പറഞ്ഞു. എനിക്ക് എന്റെ ബോധ്യം എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെന്ന്. ഇവൻ എന്തോ ഉറപ്പുള്ളത്? ഇവന്റെ ആ ബോധ്യം ശരിയായെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാണിച്ച പാടുകളല്ല ഇതെല്ലാം. ഇവൻ അത് ജനങ്ങൾ മനസ്സിലാക്കിയില്ലയോ? ഇവൻ പറയുന്നത് ആരും കേൾക്കുന്നു സാറ്. നമ്മുടെ ഈ പ്രതികരണത്തിലൂടെയും അതുപോലെ തന്നെ ഇവനെ കമന്റ് വരുന്നതും എല്ലാം സാറ് കാണുന്നില്ലേ? ഇവൻ പറയുന്നത് ആരംഗീകരിക്കുന്നു? ഇവനെ ആരും അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ 6 മാസം കൂടി ഇവൻ ആ ഇരുന്നോട്ടൊന്നും പറഞ്ഞുകൊണ്ട്, അല്ലെ 3 മാസം കൂടെ ഉള്ള സമയത്ത് അവന് ഇരുന്നോട്ടൊന്നും പറഞ്ഞ് വെറുതെ ഇരിക്കുന്നുള്ളേ ഉള്ളൂ. അല്ല, ഇവൻ ഇനി മേലാല് കേരള നിയമസഭ കാണില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷത്തും പ്രതിപക്ഷത്തും ഒന്നും വരത്തില്ല. അവൻ കേരള നിയമസഭയിലേക്കകത്ത് അതിന്റെ ഗേറ്റിനകത്ത് കയറാൻ ഇവൻ അനുവാദം ഇല്ലാതെ വരും. ഈ പിണറായി ഇതുപോലെ മാരകമായി വെറുപ്പിക്കുന്നതുകൊണ്ട് ഇവന്മാർ ഓവർ കോൺഫിഡൻസിലാണ്. കാരണം ഇവന്മാർ എന്ത് തലകുത്തി കാണിച്ചാലും കൊന്നതിരിവ് കാണിച്ചാലും ജനങ്ങൾ ജയിപ്പിക്കും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസത്തിലല്ലേ ഈ കേക്കറ്റനും സംഘവും. അത് ഇവന്റെ തോന്നൽ മാത്രമേ ഉള്ളൂ. കഴിവുള്ളവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ സൈഡിലിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ രാഹുലിനോട് ഒരു അഭ്യർത്ഥന വെച്ചായിരുന്നു, സ്വതന്ത്രമായിട്ട് കഴിവുള്ളവരെ ചേർത്തുകൊണ്ട് ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ചെറുപ്പക്കാരെ കൂട്ടി, രാഹുലോ ഷാബിയോ ചാണ്ടിയുമ്മനോ അങ്ങനെ കുറെ പേര് രാഹുലിന്റെ കൂട്ടത്തിൽ വരാൻ കഴിവുള്ളവരെ ചേർത്ത് പിടിച്ച് ഒരു പുതിയ രീതി ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ വന്നാൽ ഇപ്പൊ നല്ല ചാൻസ് ആണ്. നല്ല ഇവൻ കോൺഗ്രസിന്റെ കൂട്ടത്തിൽ പോകാൻ ആരും തയ്യാറല്ല. കോൺഗ്രസിന്റെ ഈ കിഴവന്മാരെല്ലാം പോയി കോൺഗ്രസിന്റെ ലെവല് കിടക്കുന്നെങ്കിൽ അത് വേറെ ഒരു, അല്ലാതെ കോൺഗ്രസിന്റെ ഈ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ പാനക്കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ ആ കൊച്ചമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഇപ്പൊ കാണാനില്ല. ബിന്ദു കൃഷ്ണൻ, ഷാനിമോളെ ഒന്നും കാണാൻ പോലും ഇല്ല. ഇവരൊക്കെ പോയെന്ന് തോന്നി. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇവരൊക്കെ പോയി അവരുടെ ഭർത്താക്കന്മാർക്ക് വല്ലതും വെച്ച് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ ഇവരാരും വെളിയിൽ അങ്ങനെ വരുന്നില്ല. ഇവരെ എല്ലാം ഒന്ന് അടിച്ച് സൈഡിലൊന്ന് ഇരുത്തിയേച്ച് ചെറുപ്പക്കാർ പിള്ളേർ കഴിവുള്ള ഒരുപാട് കോൺഗ്രസിലും ആയാലും അല്ലാത്ത പാർട്ടിയിലായാലും ഇപ്പം നമുക്ക് പാർട്ടി നോക്കിയല്ല, കേരളത്തിൽ കഴിവുള്ളവരെ കൊണ്ടുവരിക എന്നുള്ള ഒറ്റ പ്രസ്ഥാനം ഉണ്ടാക്കി വരിക. അത് ഏത് പ്രസ്ഥാനമാണെന്നുള്ളത് രാഹുലിനെ നേരിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ പറ്റുന്ന കുറെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ യൂത്തന്മാരെ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും കഴിവുള്ളവർ, അത് ഇന്ന പാർട്ടിക്കകത്തിൽ നിന്നൊന്നും വേണ്ട, ആര് വരാൻ കഴിവുണ്ടോ അവരെ കൊണ്ടുവരിക, അവരെ നിലനിർത്തുക എന്നുള്ള കേരളത്തിന്റെ ഒരു വലിയ ആവശ്യമായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ കോൺഗ്രസ് കണ്ട രാഹുൽ ഗാന്ധിയെ പാവം പിടിച്ചവർ ഞാൻ അന്നും ഇന്നും പറയുന്നുണ്ട്. ഇന്ന് ഗുജറാത്തില് മോദിയെ മത്സരിച്ച മോദി കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല ബാലറ്റ് പേപ്പറിലാണെങ്കിൽ. പക്ഷെ ഇലക്ഷൻ കമ്മീഷനും ഒരു സുപ്രീം കോടതിയും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു രീതിയിൽ ഇവർ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. മോദി ഉൾപ്പെടെ കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല. അതേ രീതിയിലാണ് ബാലറ്റ് പേപ്പറെ വന്നാൽ, ബാലറ്റ് പേപ്പർ വന്നില്ലെങ്കിൽ അവർ പറയുന്നവർക്കൊക്കെ അവർ ജയിക്കും. അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഏത് മണ്ഡലത്തിലാണെങ്കിലും അവർ ജയിക്കും. അതാ ഇപ്പോഴത്തെ ഇതിന്റെ പോക്ക്. അല്ലാതെ വോട്ട് ചെയ്തിട്ട് ആരും ജയിക്കത്തില്ല. EVM ഉണ്ടോ അവർ ജയിച്ചിരിക്കും.
അതിന് പറയുന്നുണ്ട് കോൺഗ്രസ് ഗാന്ധി കൊണ്ടുവന്നെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഗാന്ധിയുടെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അന്നത്തെ രീതി അനുസരിച്ച് നല്ലതാന്ന് വിചാരിച്ച് കൊണ്ടുവന്ന അമേരിക്ക ഇത്രയും കാശുള്ള സ്ഥലമാണ്, എന്നിട്ട് അവർ ബാലറ്റ് പേപ്പറിൽ എന്താ വോട്ട് ചെയ്യിക്കുന്നത്? അതുപോലെ അവിടെ പക്ഷവും പ്രതിപക്ഷവും രണ്ടേ ഉള്ളല്ലോ. ഇവിടുത്തെ കൂട്ട് 4 പേര് കൂടി കഴിഞ്ഞാൽ ഉടനെ എന്റെ പാർട്ടി എന്റെ അപ്പന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും ഒരുത്തനും ഇല്ലല്ലോ. അത് കുടുംബസ്വത്താണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ പറയുന്നു, ഈ നേതാക്കന്മാരെല്ലാം പറയുന്നു അവർ കുടുംബമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന്. BJPക്കകത്ത് എത്ര പേരുണ്ട് കുടുംബവാഴ്ച നടത്തുന്നവര്? രാഷ്ട്രീയത്തില് ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കുന്നവൻ ആ കസേര വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പറായി കയറുന്നവൻ അവന്റെ കസേര എണ്ണിച്ചു കൊടുക്കാൻ അവൻ തയ്യാറല്ല. പുതിയ ആർക്കെങ്കിലും ഞാൻ കൊടുക്കാം, ഞാൻ ചാവുന്നത് ഈ കസേര ഇരുന്നുകൊണ്ട് ചാവണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യം എന്ത്? അവന്മാർക്കൊക്കെ ഇതിനകത്ത് വരുമാനം ഇല്ലെങ്കിൽ ഇരിക്കൂ. രാഷ്ട്രീയം ഏറ്റവും കള്ളത്തരങ്ങളുടെ കൂട്ടം. അതിനകത്തില് സാറ് പറയുക, ഇനി കോൺഗ്രസ് അല്ല ഏത് പാർട്ടി വന്നോട്ട് നമുക്ക് അതിനൊരു പ്രശ്നം വരും. ആ കഴിവുള്ള ചെറുപ്പക്കാർ വരണം, അല്ല ഈ കടക്കിഴവന്മാരെ എല്ലാം എടുത്ത് കൂട്ടിക്കളയണം. അതിനുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങുക സാറേ. ഇനി നമുക്ക് ഒരു 4 മാസം 5 മാസം കൊണ്ട് നമ്മുടെ മുന്നിൽ. എന്റെ പേര് ജോർജ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കുറെ നാളായി വിളിക്കുമെന്ന് വെച്ചിട്ടിരുന്നു. 3 വർഷത്തോളം ഞാൻ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ പ്രത്യേകിച്ച് വിളിക്കുന്നത്, ഞാൻ പല കമന്റുകളും ഞാൻ ഇടാറുണ്ട്. രാഹുലിനെ പാലക്കാടും പറവൂരും കാൻഡിഡേറ്റ് നിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് വേറൊരു കളി നടക്കും ഇപ്പോൾ. അതായത് ഈ ഉടനെ തന്നെ സതീശൻ രാഹുലിനെ കോൺഗ്രസിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഹുൽ പുറത്തു നിൽക്കുകയാണെങ്കിൽ പറവൂർ സതീഷിനെതിരായിട്ട് അവൻ മത്സരിക്കാൻ പാടില്ല. അതുകൊണ്ട് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. അതുകൊണ്ട് ഇനി രാഹുലിന് വേറെ നോക്കാനൊന്നുമില്ല ഇനി. അതല്ലല്ല, രാഹുൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ കമന്റിൽ എഴുതിയേക്കുന്നത് ഒരിക്കലും കോൺഗ്രസിലേക്ക് വരരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇവർ വളരെ ട്രിക്ക് ഉപയോഗിച്ച് രാഹുലിനെ അകത്ത് എടുത്തതിന് ശേഷം പറവൂർ പുള്ളി സേഫ് ആവുന്നുണ്ട്. പിന്നെ കേക്കറ്റിനെതിരായിട്ട് മത്സരിക്കാൻ പറ്റില്ലല്ലോ. കേക്കറ്റിനെ പറവൂരിൽ തോൽപ്പിക്കണം. അപ്പൊ അതിന് ഒരു കാരണവശാലും രാഹുൽ കോൺഗ്രസിലേക്ക് അവർ വരാൻ ക്ഷണിച്ചാലും വരരുന്ന ഞാൻ പറയുന്നത്. സ്വതന്ത്രനായിട്ട് തന്നെ അവൻ മത്സരിക്കണം. സ്വതന്ത്രനായിട്ട് നിന്നാലും ജയിക്കും, MLA ആവും. പിന്നെ എന്തിന് യുവമാരുടെ ലേബലിന്റെ ആവശ്യം? കേക്കച്ചൻ പറവൂരിൽ സേഫ് ആകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ കോൺഗ്രസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കേക്കച്ചിന് എഗൻസ്റ്റ് ആയിട്ട് മത്സരിക്കാൻ പറ്റില്ലല്ലോ. അവന് ഒരിക്കലും രാഹുൽ കോൺഗ്രസിലേക്ക് വരാൻ പാടില്ല. ബട്ട് കേക്കച്ചൻ എവിടെ നിൽക്കുന്നു അവൻ എഗൻസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കണം. പ്ലസ് പാലക്കാട് നിൽക്കണം. പാലക്കാട് ഡെഫിനറ്റ്ലി പുള്ളി വരും. കേക്കച്ചനെ ഇനി നിയമസഭ കാണിക്കാൻ പാടില്ല. അത് രാഹുലിനെ കൊണ്ടേ പറ്റുള്ളൂ. അവന് കേക്കച്ചൻ എഗൻസ്റ്റ് ആയിട്ട് നിന്നേ പറ്റൂ. ആ ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സാറേ ഇത് പിന്നെ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. പേര് മേരിക്കുട്ടി. സാറേ ഇത് പാലക്കാടുകാരുടെ മാത്രം രാഹുൽ മാങ്കൂട്ടൊന്നും അല്ല. അത് ഞങ്ങൾക്ക് കേൾക്കുമ്പോ തന്നെ വിഷമമാവുന്നുണ്ട്. നിങ്ങളൊരു വീട്ടമ്മ കൂടെ നിൽക്കുന്ന അത്രയും പേർക്ക് അറിയാമല്ലോ, അവനാണെന്നറിയാമല്ലോ. വല്ല പെണ്ണുങ്ങളും വല്ലോടെ കിടക്കുന്ന എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അതിനെ ഇട്ട് വേദനിപ്പിക്കാനും അതിനെ കൊണ്ട് നടക്കാനും എങ്ങനെങ്കിലും സാർ അതിനൊന്ന് രക്ഷിക്കണം. വിഷമം കൊണ്ട് വിളിച്ചതാ. ഞാൻ ഒരു സ്ഥിരം പ്രാവശ്യം ഇത് തുടങ്ങിയിട്ട് അന്ന് തൊട്ട് എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഇനിയിപ്പം എന്താ വന്നാലും വേണ്ടിയല്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ട ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതിൽ ഒരാണെന്ന് അവർക്ക് മനസ്സിലായല്ലോ. കൂടെ നിൽക്കുന്നവർ ആണത്തം ഇല്ലാത്തവരായിട്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയാ, പണ്ട് തൊട്ട് എൻ്റെ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരിയാ. ഞാൻ വോട്ട് കൊടുക്കത്തുള്ളൂ സാർ. അതുകൊണ്ട് ഇങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം, ഇത്രയും പറയാൻ വേണ്ടി വിളിച്ചതാ. ഈ പാലക്കാടും അതുപോലെ ഈ കേക്കച്ചൻ മണ്ഡലത്തിൽ നിന്നാൽ അതിനോടുള്ള അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും ചെയ്യണം. 100% ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. പ്രിയപ്പെട്ട സുനിലേ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായ പ്രവർത്തനങ്ങൾ, വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിഗംഭീരമായിരിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രയത്നങ്ങൾ എന്തെങ്കിലും ഫലം കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അല്പം ഒരു ഡീവിയേഷൻ വരുത്തണം. അതായത് ഈ പറയുന്നത് കൊണ്ട് എന്താണ്, കോൺഗ്രസ്സിന് ജനം എതിർക്കും, കോൺഗ്രസ്സിൽ നിന്നും ജനം അകലും, സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങൾ വലിയൊരു ശതമാനം രാഹുലിന് അനുകൂലമാണ്. കോൺഗ്രസ്സിലെ വലിയൊരു ശതമാനം രാഹുലിന് അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത്, ഈ ആൾക്കാർ ഈ കേക്കച്ചനോടുള്ള വിരോധത്തിന് അവരെന്ത് ചെയ്യും, കോൺഗ്രസ്സിനെതിരായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതെ വരും. അങ്ങനെ വോട്ട് ചെയ്യാതെ വന്നാൽ അവരാർക്ക് വോട്ട് കൊടുക്കും?
ഒന്നുകിൽ BJPക്ക് കൊടുക്കും. അത് ഒരു കാരണവശാലും നല്ലൊരു ശതമാനം ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അല്ലെങ്കിൽ ആർക്ക് കൊടുക്കും? LDFന് കൊടുക്കും. LDF അത് കൊടുക്കുന്നതും ഈ പിണറായിയുടെ കാലമുള്ളിടത്തോളം കാലം അത് അപകടകരമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഈ വോട്ട് മാറിപ്പോകാം സാധ്യതയുണ്ട്. അതും എവിടെ പോയാലും അത് അപകടകരമാണ്, അത് നല്ലതുമല്ല. ഈ സതീശൻ എന്ന് പറയുന്ന അപകടകാരിയാണ്. യാതൊരു മനസാക്ഷിയോ ആത്മാർത്ഥതയോ ആരോടും ഇല്ലാത്തൊരു മനുഷ്യൻ. അവൻ്റെ കാര്യം മാത്രം. അവൻ സ്ത്രീ വിഷയത്തിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായെന്നറിയാമല്ലോ. കേട്ടിട്ടില്ലേ? ഒരു സ്ത്രീ വിഷയത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലൊരു വിഷയത്തിലാണ് ഇവൻ ഇതിനകത്ത് വീണത്. ഈ സതീശൻ ഇതിനകത്ത് വീണത്. അവനേതോ താല്പര്യമുള്ള കേസുകളാണ് ഇതൊക്കെ എന്നുള്ളത് കൊണ്ടായിരിക്കണം. അതോടൊപ്പം രാഹുലിനോടുമുള്ള വൈരാഗ്യവും വെറുപ്പും. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ ഏത് വിധേനയും ഇവനെ അടുത്ത ഇലക്ഷനിൽ MLA ആകരുത്, അവിടെ ജയിക്കരുത്. ഇവൻ MLA ആയാൽ പിന്നെ വേറൊരു ദോഷമുണ്ട്. അവൻ CM ആകും, സംശയമൊന്നും വേണ്ട. അങ്ങനെ ആയാൽ പിന്നെ ഭരിക്കുന്നത് പിണറായി ആയിരിക്കും, സംശയമൊന്നും വേണ്ട. കാരണം അവർ രണ്ടും ഒരു മെയ്യാണ്, ഒരു മെയ്യും ഒരു മനസ്സുമാണ്, സംശയമൊന്നും വേണ്ട. ഇപ്പോഴത്തെ ഭരണത്തിലുള്ള അഴിമതികളോ ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ അടിയുടെ കാര്യത്തിലോ ഈ നടത്തിയ അഴിമതിയിലോ ഒരു അന്വേഷണവും ഇവൻ നടത്തത്തില്ല. അത് പിണറായി പറയുന്നത് പോലെ അയാൾ കേൾക്കും, അല്ലാതെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇന്ന് പറയുന്നത് പോലെ ആയിരിക്കും പിന്നെ ഭരണം. അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ്സിന് ചിലപ്പം ഭൂരിപക്ഷം കിട്ടിയാൽ ഇവൻ കയറി വരരുത്, ഇവനെ ഒഴിവാക്കണം, ഇവനെ മുളയിലേ നുള്ളണം. അതിൻ്റെ ആദ്യ പടിയായിരിക്കണം എറണാകുളത്തെ അവനെ തകർക്കുക എന്നുള്ളത്. ഇവൻ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ വലിയ വിജയം ഉണ്ടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താനിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് അവനെ അറിയാമല്ലോ. അവനും ഉണ്ണിക്കുട്ടനും അതുപോലെ പിന്നെ ഇങ്ങനെ കുറേ ആളുകൾ ഇവനെ തകർക്കാനായിട്ട് ഇവൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലാതെ കോൺഗ്രസ്സിനെ തകർക്കണം എന്നുള്ള ചിന്തയിൽ വേണ്ട. പോട്ടെ, തിരുവനന്തപുരത്ത് സംശയമൊന്നും വേണ്ട, BJP ആയിരിക്കും അടിച്ചുകൊണ്ട് പോവുക. ഈ രാഹുലിൻ്റെ ഈ വിഷയം വന്നതോടുകൂടി, ഈ മുരളീധരൻ്റെ ഇടപെടൽ ഇങ്ങനെ വന്നതോടുകൂടി അവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം അവരുടെ മനസ്സ് മാറി ഇനി ഇവിടെ BJP വരട്ടെ എന്നുള്ള താല്പര്യക്കാരായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. അത് ഇവൻ്റെ ഈ മുരളിയുടെ ഇനി അവൻ ഒരിടത്ത് നിന്നാലും ജയിക്കില്ല, സംശയമൊന്നും വേണ്ട. വലിയ പ്രതീക്ഷയിലിരിക്കുകയാണ് മന്ത്രിയാകാം ജയിച്ച് എന്നുള്ള അത് ഈ കേക്കച്ചൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് അനുകൂലമായിട്ട് നിന്നാൽ അടുത്ത ഇലക്ഷൻ അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിയാണ് എന്നൊക്കെയുള്ള ഉറപ്പ് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവനിക്കിങ്ങനെയൊക്കെ മനുഷ്യത്വരഹിതമായിട്ട് ഈ പെരുമാറുന്നത്. ഈ രാഹുൽ വന്നതിന് ശേഷമാണ്, എമർജ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഈ കോൺഗ്രസ് ഉറങ്ങി നശിച്ചു കിടന്ന കോൺഗ്രസ് ഇച്ചിരി ജീവൻ വെച്ചത്. അത് കണ്ടപ്പോഴത്തേന് ഇവനൊക്കെ ഈ പരുവത്തിൽ അവനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇവന്മാരൊരു പക്ഷേ ഈ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ അനുസരിച്ചാണെങ്കിൽ അനങ്ങാതിരുന്നാൽ മതി, അവന്മാർക്ക് ജയിക്കാം. എന്തൊരവസ്ഥയാണ്! എന്നിട്ട് പോലും ഈ പ്രാവശ്യം ഇവർ വീണ്ടും ജയിക്കും, സംശയമൊന്നുമില്ല. LDF വീണ്ടും ഭരണത്തിൽ വരും. കാരണം മൊത്തത്തിലുള്ള സീറ്റുകൾ എല്ലാ വിഭാഗക്കാരും കൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കും, സംശയമൊന്നുമില്ല. അത് കുറേ ഡിവൈഡ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവും എല്ലാവരും. മാത്രമല്ല ഈ മുസ്ലിം ലീഗ് ഇവന്മാരിൽ നിന്ന് അകന്ന് മാറി കൂടുതൽ സീറ്റ് LDF, കാരണം കമ്പാരിറ്റീവ്ലി കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത LDFനായിരിക്കും. കാരണം ODFന് മുസ്ലിം ലീഗും കൂടെ ഉള്ളപ്പം ചിലപ്പം കൂടുതൽ കിട്ടും, പക്ഷെ ഭരിക്കാനൊക്കാത്തൊരവസ്ഥ വരാം. അങ്ങനെ വരപ്പം മുസ്ലിം ലീഗിനായിരിക്കും കൂടുതൽ MLAമാർ, കോൺഗ്രസ്സിന് വളരെ തുച്ഛമായിട്ടുള്ളതായിരിക്കും. പിന്നുള്ളത് CPMനായിരിക്കും. CPMന് വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗിന് കിട്ടുന്ന ഒരു 10, 20, 25 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവരടർന്ന് മാറി ഇങ്ങോട്ട് പോയി ചെന്നാൽ യാതൊരു സംശയം വേണ്ട, പിന്നെ ഭൂരിപക്ഷം അവിടെയാവും. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസ് തീർന്നു, ഇനി നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട.
ആ ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. പിന്നെ BJPക്കും കിട്ടും കുറഞ്ഞതൊരു 10 സീറ്റ്, കുറഞ്ഞത് 10 MLA സ്ഥാനം BJPക്കും കിട്ടും. ഇതായിരിക്കും അവസ്ഥ. കോൺഗ്രസ് പോയി, കോൺഗ്രസ് തീർന്നു. ഇതാണ് അവസ്ഥ. VD സതീശൻ പൊങ്ങി വരരുത്. VD സതീശന് രമേശ് ചെന്നിത്തല, പിന്നെ കിങ്ങിണിക്കുട്ടൻ, മുരളീധരൻ, പിന്നെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവന്മാർ ഒരു കാരണവശാലും ഇവിടെ പൊങ്ങി വരരുത്. ബാക്കി യങ്സ്റ്റേഴ്സായിട്ടുള്ള, ഇപ്പോൾ ഞാനൊരു അഭിപ്രായം പറയട്ടെ, ഇവന്മാർ ഇത്രയും പേരില്ലാതെ അടുത്ത അസംബ്ലിയിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടെ നേതൃത്വം കൊടുത്തും കൊണ്ട് ഇറങ്ങിയാൽ ഇവിടെ വലിയൊരു നമ്പർ കോൺഗ്രസ്സിന് വിജയം. എല്ലാവർക്കും ഒരു ആവേശമായിരിക്കും. അത് സംശയമൊന്നും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.